ഓക്കെ. അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു പള്ളിയിലെ ടേൺ കഴിഞ്ഞ് പോകണമല്ലോ, മാറി പോകണമല്ലോ. അങ്ങനെ വളരെ വിശദമായ ഒരു ചർച്ച നടക്കാണ്. പള്ളിയിലെ അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വന്ന് സംസാരിക്കേണ്ടതാണ്. 5 മണിക്ക് കൃത്യം മീറ്റിംഗ് തുടങ്ങണം. ഷാർപ്പ് 5 മണിക്ക് തുടങ്ങാൻ വേണ്ടി എല്ലാവരും എത്തി. പക്ഷെ ആരെത്തിയിട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടില്ല. അപ്പൊ ഒരു അരമണിക്കൂർ കൂടി നീട്ടി പതുക്കെ, അങ്ങനെയാണല്ലോ പതുക്കെ നീട്ടി ഞങ്ങളുടെ ആ തിരിയൊക്കെ ഇട്ട് അങ്ങോട്ട് റെഡിയാക്കിയൊക്കെ വെച്ചു. അങ്ങനെ 5:30 ടൈം. 5:30 അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ കോൺഫറൻസിലാണ്, പരിപാടി തുടങ്ങിക്കോ, ഏത് ടൈം ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം, തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാര് മീറ്റിംഗാണ്, വികാരിയച്ഛനെ വീഴ്ത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. ഓരോരുത്തരായി ആ പള്ളി കമ്മിറ്റിയിലുള്ള പല ആൾക്കാരും വന്ന് സംസാരിച്ച് അങ്ങനെ അവസാനം പോകുന്നതിന് മുമ്പ് അവസാനം ഒരു മറുപടി പ്രസംഗമുണ്ട്. ഇന്ന് യാത്രയുടെ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നിങ്ങൾ കേൾക്കാം അല്ലെ? ആരാ ഇന്ന് പോകുന്നത്? ആരാണോ പോകുന്നത്? യാത്രയുടെ സമ്മേളനം നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയത് സുരേഷ് സാറ് വളരെ മനോഹരമായിട്ട് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഇത് എല്ലാവർക്കും വളരെ കൂടുതൽ എന്താ പറയാ ഒരു എനർജി, അതായത് ഒരു സാറ് പറഞ്ഞ ഒരു ഹാർമണി ഓഫീസിൽ ഫീൽ ചെയ്യണമെങ്കിൽ ഇത് ഈ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ഈ രീതിയിൽ പ്രാവർത്തികമാക്കണം. ഇത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തുന്ന സുധീർ സാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും അമ്പലപ്പുഴ ബ്ലോക്കിന്റെ പേരിലും നമസ്കാരം. ഇവിടെ വന്നിരുന്നത് വളരെ സ്ട്രെസ്സോട് കൂടിയാണ്. കാരണം ഇന്ന് ജോയിൻ ചെയ്തിട്ട് 2ാമത്തെ ദിവസമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫിനെ ആരും എനിക്ക് പരിചയമില്ല. ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കൂടി എല്ലാ സ്റ്റാഫിനെയും പരിചയപ്പെടാനും പിന്നെ നല്ലൊരു അവസരം കൂടെ കിട്ടിയത്. സാറിന്റെ ക്ലാസ് വളരെ എൻജോയബിൾ ആയിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ സാറിന്റെ ഈ ആക്ടിവിറ്റീസ് എല്ലാം വളരെ നല്ലതായിരുന്നു. നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് അത് ഒരുപാട് ആവശ്യം വരും. പിന്നെ അത് റോസിനി പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു ഹാർമണി രൂപപ്പെടാനും എല്ലാവരും നല്ല കൂട്ടായിട്ട് വർക്ക് ചെയ്യാനും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സാറിന് എല്ലാവരുടെയും പേരിലും നന്ദി. ആദ്യമായിട്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ക്ലാസ് എടുത്തുന്ന സാറിന് നന്ദി പറയുകയാണ്. പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസ്, കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ്, അപ്പം ആ ഒരു ശരിക്കും ഒരു കോളേജിന്റെ ആ ഒരു ഫീലിങ്സ് ആ ലാസ്റ്റ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഇങ്ങനെ ഇത് മാർച്ചിന് മുന്നേ തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ തോന്നുന്നു. കാരണം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൂടെ ആയതുകൊണ്ട് ആ ഒരു സ്ട്രെസ് ഞങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല എഫക്റ്റീവ് ആയിരുന്നു, നല്ല രീതിയിൽ. പിന്നെ ഈ കേൾക്കുമ്പോൾ കോളേജിലുള്ള ഒരു പ്രശ്നം അതാണ്, നമ്മൾ കേൾക്കുമ്പോൾ നാളെ പോയി നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്ത് കളയും, ഭയങ്കര സിസ്റ്റമാറ്റിക് ആവും എന്നൊക്കെ വിചാരിച്ച് പോകും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും. പക്ഷെ അത് അങ്ങനെ നമ്മളൊരു ഓഫീസ് ആകുമ്പോൾ ശരിക്കും ആ ഒരു രീതിയിൽ ആ ഒരു ഹാർമണിയിൽ ആ ഒരു വൃദ്ധം, കാരണം എല്ലാ സ്റ്റാഫുകളും നമ്മളിപ്പോൾ പല പൊസിഷനിലാണെങ്കിലും എല്ലാവരും തമ്മിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓഫീസ് മുന്നോട്ട് പോകുള്ളൂ. ഒരാൾ വിചാരിച്ചത് മാത്രമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ലൊരു ടീം വർക്ക്, ലാസ്റ്റ് പറഞ്ഞ മെസ്സേജ് നല്ലൊരു ഇതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഓഫീസേഴ്സ്, അസിസ്റ്റൻസ്, കോൺട്രാക്ട് സ്റ്റാഫ്, എൻ്റെ കുടുംബാംഗങ്ങളെ, എളിയ കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷം തോന്നി. ഇന്നലെ ജോയിൻ ചെയ്ത തകഴിയിലെ കൃഷി ഓഫീസർ പോലും വളരെ എനർജിയോടുകൂടി ഇന്നത്തെ ഈ ട്രെയിനിങ്ങിനെ വിശകലനം ചെയ്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം തകഴി എന്നും ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഒരു വേദനയായിരുന്നു തകഴി. അത്
അഖില പറഞ്ഞതുപോലെ ഇത് നമുക്ക് മാർച്ചിന് മുമ്പ് തരാൻ പറ്റിയിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷെ നമുക്കറിയാം നമുക്ക് മാർച്ചിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഇപ്പം 10ാം തീയതി മിനിസ്റ്ററുടെ പ്രോഗ്രാമാണ്. അതിന്റെ ഇടയ്ക്കൊക്കെ ഞാനും ഷബീനൊക്കെ ഇടയ്ക്ക് നമുക്കൊന്ന് മിസ്സായി. കാരണം പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം സാറിനോട് സംസാരിക്കുകയുണ്ടായി തുടക്കത്തിൽ. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം ശരിയാണ്, മൾട്ടി ടാസ്കിങ് ഞങ്ങൾ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഒരുപാട് ബോസുമാരുണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് മൾട്ടി താങ്ക് യു സോ മച്ച്. ഇത് എത്ര പേരാണ് ഇപ്പൊ? 7 പേരെന്ന് പറഞ്ഞിട്ട് 9 പേരാ? മറ്റേ ടീമിൽ ആൾക്കാർക്ക് ഇവിടെ ജോയിൻ ചെയ്തു തോന്നുന്നു. എന്താണ് 9 പേര്? 7 പേരെന്ന്